Hello everyone, welcome to our new session. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലം പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിലെ, അതായത് നമ്മുടെ 4th ചാപ്റ്ററിലെ റിമൈനിങ് പോർഷൻ ആണ്. നമ്മളിപ്പോ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ആക്ടുകളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. വാട്ടർ ആക്ട്, എയർ ആക്ട്, അങ്ങനെ ഒരുപാട് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടുകളെ കുറിച്ച്, അതുപോലെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ്, മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ച്, അതായത് ഷോർട്ട് ഫോമിൽ നമ്മൾ NGT എന്ന് പറയും. ഓക്കെ, എന്താണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ, പ്രിസർവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് പറയാം. ഓക്കെ, അത് മെയിൻലി ഡെവലപ്പ് ചെയ്തത് യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 1992 നടന്നിട്ടുള്ള ആ ഒരു കോൺഫറൻസിന്റെ പാർട്ടായി വന്നിട്ടുള്ള റിയോ ഡി ജനീരിയോ സമ്മിറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പാർട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റൽ പൊല്യൂഷന്, അതുപോലെ ഡാമേജിനൊക്കെ മെയിൻലി എന്ത് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു പ്ലേസിൽ അങ്ങനെ ഓവറായിട്ട് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള റെമഡീസ് കൊടുക്കുക, അവർക്ക് ജുഡീഷ്യൽ ആയിട്ടുള്ള, അതായത് ലോന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക. എന്തൊക്കെയാണോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് അതൊക്കെ എന്ത് ചെയ്യുക, പുട്ട് ഫോർവേഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഓക്കെ, ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ക്രിയേറ്റഡ് അണ്ടർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 ഈസ് യുണീക്. ഇറ്റ്സ് ഓൾ ബിക്കോസ് 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഭയങ്കര യുണീക്ക് ആണെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണെന്ന് പറയും. കാരണം നമ്മൾ ഗ്ലോബൽ വൈസിൽ നോക്കുകയാണെങ്കിൽ, വേൾഡ് വൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ് 2 കൺട്രീസ് മാത്രമാണ് ഇങ്ങനെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വേൾഡ് നോക്കുകയാണെങ്കിൽ, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്താണ് 3rd പ്ലേസ് ആണ് NGT എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യത്തിൽ. ഓക്കെ, ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓസ്ട്രേലിയയാണ്, പിന്നെ ന്യൂസിലാൻഡ്. ഈ 2 കൺട്രീസിന് ശേഷം 3rd ആയിട്ട് NGT എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, ഗ്ലോബൽ ബേസിസിൽ നമ്മൾ 3rd പ്ലേസിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അത് അത്രയും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി അത് ഫസ്റ്റ് അതിന്റെ ചെയർമാൻ, NGT ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഫസ്റ്റ് അതിന്റെ ചെയർമാന് ജസ്റ്റിസ് ലോകേശ്വർ സിംഗ് ആയിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ ചെയർമാന് ആദർശ് കുമാർ ഗോയൽ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. അത് ഡൽഹിയിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാതെ കൊൽക്കത്ത, ഭോപ്പാൽ, പൂനെ, ചെന്നൈ എന്നീ പ്ലേസുകളിൽ അതിന്റെ ബ്രാഞ്ചസും ഉണ്ട്, സോണൽ ബ്രാഞ്ചസും ഉണ്ട്. മെയിൻലി ആ ഒരു NGTയിൽ 10 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക, ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും. 10 ജുഡീഷ്യൽ മെമ്പേഴ്സ് വരുന്ന ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഈ NGT എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ മെയിൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 10 ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ചെന്നൈ ബേസിസിലുള്ള, അതായത് ചെന്നൈ ബ്രാഞ്ചിൽ അതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മെയിൻ എന്താ പറയുക, ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M ചക്കലിംഗ് ആണ്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ R നാഗേന്ദ്രനും ഉണ്ട്. ഓക്കെ, എക്സ്പേർട്ട് മെമ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് NGT. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ പാർട്ടുകളായിട്ടൊന്ന് സബ് ഡിവൈഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, മെയിൻ റോൾ വരുന്നതാണ് അഡ്ജുഡിക്ഷൻ ഓഫ് എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ട്. ഓക്കെ, അതായത് മെയിൻലി അത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാന്നൊക്കെ പറയാം അല്ലെ. അതായത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം,
എല്ലാ പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യുക, ലോനെ ബേസിസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ആ ഒരു ബേസിസിൽ നമ്മൾ അതിനെ സോൾവ് ചെയ്യുക, പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക. അതൊക്കെയാണ് മെയിൻലി എന്ത് വരുന്നത് NGTയുടെ ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ പ്രൊവൈഡ് എഫക്റ്റീവ് ആൻഡ് എക്സ്പെഡീഷ്യസ് റെസൊല്യൂഷൻ ഓഫ് ദിസ് മാറ്റർ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതുപോലെ അതിന്റെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, അങ്ങനെ അതുപോലെ അത് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതൊക്കെയാണ് NGTയുടെ മെയിൻ ഫംഗ്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്സും അതിന്റെ മെയിൻ ഫംഗ്ഷനിൽ വരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെ. നമ്മൾ ഒരുപാട് ലോസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനെ കൺസേർവ് പറയാമെന്ന് പറ്റുമോ? ഇല്ല അല്ലെ. അത് എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം അല്ലെ. അപ്പം മെയിൻലി എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്സ് ഒക്കെ ഇതിന്റെ ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഇതിന്റെ വേറൊരു ഫംഗ്ഷനാണ്. അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ, അതായത് തർക്കങ്ങളൊക്കെ പരിഹരിക്കുക, അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഫോറം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഹൈക്കോർട്ടിന്റെ ഇതുമായിട്ട് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ NGT സോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹയർ കോർട്സിന്റെ, അതായത് ഹൈക്കോർട്ടിന്റെ ഒക്കെ ബേർഡൻ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് മെയിൻ ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. പിന്നെ ഈ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരൊറ്റ ഫീൽഡിലാണല്ലേ, അതായത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാന്നുള്ള ഒറ്റ ഫീൽഡിലാണ് അതിന്റെ മെയിൻ ഫോക്കസ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് ആയിട്ടുള്ള ജസ്റ്റിസ് നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്പീഡി ജസ്റ്റിസ് ഇതിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഫീച്ചർ ആണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ആർട്ടിക്കിൾ 21. ഓക്കെ. അതായത് നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മുടെ ഒരു റൈറ്റ് ആണല്ലേ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ആർട്ടിക്കിൾ 21 റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ മെയിൻലി പോകുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റിലീഫ് ആൻഡ് കോമ്പൻസേഷൻ, അതായത് എന്തെങ്കിലും റിലീഫ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഒക്കെ എൻവയോൺമെന്റൽ ഡാമേജുകൾക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കോമ്പൻസേഷൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കുന്നത് നമ്മുടെ ഈ ഒരു NGTയുടെ അണ്ടറിലാണ്. ഓക്കെ. പിന്നെ ഇതൊരു ഫോർമൽ പ്രൊസീഡിങ്സും അധികം ഇല്ല, ലെസ് ആയിട്ടുള്ള ഫോർമൽ പ്രൊസീഡിങ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നോർമൽ കോമൺ ആളുകൾക്ക് വരെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ജസ്റ്റിസ് ഒക്കെ അവൈലബിൾ ആകുന്ന രീതിക്കുള്ള ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് NGTയുടെ അണ്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടിംഗ് ടു എൻവയോൺമെന്റ് റൈറ്റ്സ് എന്ന് പറയും. ഓക്കെ. NGT ഡിസിഷൻ ഷേപ്പ് എൻവയോൺമെന്റൽ ലോ സെറ്റ്സ് പ്രെസിഡൻസ് ഫോർ ഫ്യൂച്ചർ കേസ്. ഓക്കെ. അതായത് NGTയുടെ അണ്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി നമ്മുടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒരുപാട് കാലതാമസം എടുത്തിട്ട് അതിനൊരു ജസ്റ്റിസ് കിട്ടുന്നതിനെക്കാട്ടും NGTയുടെ ഈ ഒരു ആക്ടിവിറ്റീസ് ത്രൂ അല്ലെങ്കിൽ ഒന്നുകൂടെ സ്പീഡി ആയിട്ടുള്ള ജസ്റ്റിസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് ഇതിങ്ങനെ നീട്ടി വെച്ച് പോകാൻ പറ്റില്ല അല്ലെ. കാരണം എന്തെങ്കിലും ഒരു പൊല്യൂഷന് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, ആ ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റം തന്നെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ സ്പീഡി ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് NGTയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിൽ അതിന്റെ ഒരു അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, CPCB എന്ന് പറയും. ഓക്കെ. Central Pollution Control Board of India is an organization under the Ministry of Environment and Forest. It is established on 22nd September 1974 under Water Prevention and Control of Pollution Act. Okay. അതായത് വാട്ടർ ആക്ടിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റിന്റെ അണ്ടറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബോർഡ് വരുന്നുണ്ട്. ഓക്കെ.
As per the provision of Environment Protection Act 1986, it provides technical advice to the Ministry of Environment and Forest and coordinate the activities of states board by offering technical assistance and guidance and result dispute among them. അതായത് സ്റ്റേറ്റ് ബോർഡിന്റെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ, അതായത് എന്താ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാകാം 1986 അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ മെയിൻലി എന്താ പ്രൊവിഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ അപെക്സ് ഓർഗനൈസേഷൻ ഇൻ കൺട്രി in the field of pollution control as technical wings of Ministry of Environment and Forest. Central Pollution Control Board നമുക്കൊക്കെ കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കേൾക്കായിരിക്കും. പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ. അത് ഈ ഒരു ഓവറോൾ നമ്മുടെ കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ എന്താ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഇനി അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എങ്ങനെയാണ് CPCB ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈസ് ലെഡ് ബൈ ദ ചെയർമാൻ ഹു ഈസ് നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അതിന്റെ ചെയർമാനായിട്ട് നിൽക്കുക. ആൻഡ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് ഈസ് ഇൻ ദ ന്യൂഡൽഹിയിലാണ് ഹെഡ് ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ 7 സോണൽ ഓഫീസേഴ്സും 5 ലബോറട്ടറീസും ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി അതിനൊരു 500 ഫുൾ ടേം എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അതിൽ എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ സ്പെഷ്യാലിസ്റ്റീസ്, അങ്ങനെ ഡിഫറെന്റ് ഫീൽഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള 500 ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ 7 സോണൽ ഓഫീസേഴ്സും 5 ലബോറട്ടറീസും ഇതിന്റെ ഒരു വർക്കിംഗ് സ്റ്റേഷനായിട്ട് നമുക്ക് പറയാം. വർക്കിംഗ് സ്റ്റേഷനായിട്ടൊക്കെ ഈ ഒരു ഓർഗനൈസേഷന് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. CPCBന്റെ മെയിൻ സ്ട്രക്ചറിൽ അതിൽ മെയിൻലി അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ചെയർമാനായിട്ട് വരിക. അതുപോലെ അതിന് 7 സോണൽ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, 5 ലബോറട്ടറീസ് ഉണ്ടായിരിക്കും. പിന്നെ ഫുൾ ടേമിൽ വർക്ക് ചെയ്യുന്ന ഒരു 500 എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ എംപ്ലോയീസ് തന്നെ എന്തായിരിക്കും ഡിഫറെന്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീൽഡ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. എങ്ങനെയുള്ള ഫീൽഡുകൾ, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഒക്കെ വന്നിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് അറിയപ്പെടുന്ന കുറച്ച് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മുന്നിലോട്ട് വന്നിട്ടുള്ള കുറച്ച് നമ്മൾ അറിയപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ആയിരിക്കും ഇതിന്റെ മെയിൻ എംപ്ലോയീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ കണ്ടക്ടിങ് എൻവയോൺമെന്റൽ അസസ്മെന്റ് ആൻഡ് റിസർച്ച്, മെയിൻറ്റെയിനിങ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വെറൈറ്റി ഓഫ് നാഷണൽ എൻവയോൺമെന്റൽ ലോ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സോണൽ ഓഫീസേഴ്സ്, ട്രൈബൽസ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്. അതായത് ലോക്കൽ ഗവൺമെന്റിന്റെ ഒക്കെ അല്ലെങ്കിൽ സോണൽ ഓഫീസേഴ്സ്, ട്രൈബൽസിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് നാഷണൽ സ്റ്റാൻഡേർഡ്സ്, എൻവയോൺമെന്റൽ ലോക്ക് നാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അങ്ങനെ വരാനുള്ള കാരണം എന്താ, കാരണം ഒരു പെർട്ടിക്കുലർ പ്ലേസിലുള്ള എന്താണ് എൻവയോൺമെന്റൽ ഇഷ്യൂ, അവിടുത്തെ കറക്റ്റ് കണ്ടീഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ആ ഒരു പ്ലേസിന്റെ റൂറൽ ഏരിയാസിലാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്കായിരിക്കും പ്രോപ്പറായിട്ട് അറിയാലേ. അപ്പം ഓരോ സോൺസിലും അല്ലെങ്കിൽ ഓരോ പ്ലേസിലുള്ള ഓഫീസേഴ്സ്, അതുപോലെ ആ ഒരു പ്ലേസിലുള്ള ട്രൈബൽസ്, ലോക്കൽ ഗവൺമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് അങ്ങനെയുള്ളതില്ലേ. അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ ഗവൺമെന്റ്സിന്റെ ഒക്കെ ആ ലോക്കൽ ഗവൺമെന്റ്സും ഒക്കെ എന്ത് ചെയ്യാം, നാഷണൽ സ്റ്റാൻഡേർഡ് അതായത് എൻവയോൺമെന്റൽ ലോ ഒക്കെ നാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യുന്ന രീതിക്ക് കൊണ്ടുവരിക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ എന്താ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക ഒക്കെയാണ് മെയിൻലി ഇതിന്റെ റോള് വരുന്നത്, ഫങ്ഷൻസ് വരുന്നത്. മോണിറ്ററിങ് വാട്ടർ ആൻഡ് എയർ ക്വാളിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ഡാറ്റ and work with industries and all level of government in a wide variety of pollution prevention programs and energy conservation effort, advising government of union territories about an industry or the pollution source causing water and air pollution, implementing the legislation related to prevention and control of environmental pollution along with the state pollution control board. അതായത് ഓരോ പ്ലേസിലും അവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് പ്ലേസിലാണ് പൊല്യൂഷൻ നടക്കുന്നത്, ഏത് ഫാക്ടറിയിലാണ് പൊല്യൂഷൻ നടക്കുന്നത്, അതൊക്കെ പ്രോപ്പറായിട്ട് അറിയിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രിവെൻഷൻ കൺട്രോൾ ബോർഡിന്റെ അണ്ടറിൽ വരുന്ന ലോസും കാര്യങ്ങളൊക്കെ ആക്ടുകളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ എന്ത് ചെയ്യുക,
അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. അഡ്വൈസ് മീൻസ് പ്രോപ്പർ ആയിട്ട് എവിടെയാണ് പൊല്യൂഷൻ നടക്കുക അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, ഓരോ റൂറൽ ഏരിയ സോണൽ ഏരിയാസിന്റെ പ്രോബ്ലംസ് അവരെ അറിയിക്കുക, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, the CPCB perform various functions through the following 9 major. ഓക്കെ, എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. 1 second. ഓക്കെ, 9 മേജർ പ്രൊജക്ട് ഹെഡ്സ് എന്നാണ് കേട്ടോ. 9 മേജർ പ്രൊജക്ട് ഹെഡ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. PDF പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് മേജർ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 9 പ്രോജക്റ്റിന്റെ അണ്ടറിലാണ് CPCB വർക്ക് ചെയ്യുന്നത്. പൊല്യൂഷൻ അസസ്മെന്റ്, R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് ഇൻഡസ്ട്രി സ്പെസിഫിക് എമിഷൻ, ട്രെയിനിങ്, അതുപോലെ ഇൻഫർമേഷൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് ആൻഡ് ലൈബ്രറി, പൊല്യൂഷൻ കൺട്രോൾ ടെക്നോളജി, പൊല്യൂഷൻ കൺട്രോൾ എൻഫോഴ്സ്മെന്റ്, മാസ് അവയർനെസ് പ്രോഗ്രാംസ് ആൻഡ് പബ്ലിക്കേഷൻസ്, ഹസാർഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇങ്ങനെയുള്ള 9 പ്രൊജക്ടുകളുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, CPCB മെയിൻലി ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓക്കെ സോറി, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാലേ, നമുക്ക് പെർട്ടിക്കുലർലി ഒരൊറ്റ ലോ നമ്മളെ ഒരൊറ്റ ആക്ട് നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റേറ്റുകളിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകൾ നമ്മൾ നടപ്പിലാക്കണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Okay, all states in India have established their own boards to continuously monitor and control air, water, and noise pollution. State Pollution Control Board undertake appropriate measures to regulate industries in their respective states so as to ensure the norms and standards set by CPCB with respect to industry-specific emission and effluent. അതായത് CPCBന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ ഉണ്ട് സെപ്പറേറ്റ്. അതിൽ നമുക്ക് നോക്കാനുള്ളത് തമിഴ്നാട് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോട്ടോ. TNPCB established in 1982 function with the head office at Chennai, headed by chairman, member, secretary, 2 additional chief environmental engineer, and 10 joint chief environmental engineers, 31 district officers headed by district environmental engineers, and 2 district officers headed by assistant environmental engineers. അതായത് CPCBന്റെ അണ്ടറിൽ വരുന്ന TNPCB, അതായത് തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982 അതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. ചെയർമാൻ അതിൽ മെയിൻലി വരുന്നത് ചെയർമാന്, മെമ്പർ, സെക്രട്ടറി, 2 അഡീഷണൽ ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, 10 ജോയിന്റ് ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ 31 ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ഉണ്ട്. അതിന്റെ ഹെഡിൽ വരുന്നത് മെയിൻലി ആ ഒരു ഡിസ്ട്രിക്റ്റിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആണ് വരുന്നത്. പിന്നെ 2 ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ അത് ഹെഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആണ്. ഓക്കെ, അതായത് ഓരോ സ്റ്റേറ്റിൽ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. അതിന് പുറമെ എന്തുണ്ട്, ആ സ്റ്റേറ്റുകളിലുള്ള ഡിസ്ട്രിക്റ്റുകൾ ലെവലിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സബ് പാർട്ടായിട്ട് നമുക്ക് പറയാം. അങ്ങനെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് ലോസും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെ സബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമുക്കൊരു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്, അത് എന്ത് ചെയ്തു, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ ആയിട്ട് തിരിച്ചു. അതായത്
സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അണ്ടറിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുന്നുണ്ട്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താ ഓരോ സ്റ്റേറ്റും ഉണ്ട് അല്ലെ, അതിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിക്ട് കൺട്രോൾ ബോർഡുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ. അതായത് ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇനി എന്തൊക്കെയാണ് TNPCBന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. Granting permission to industries, penalizing the airing industries and delegation power to field officers, assisting establish common effluent plants, taking steps for disposal of hazardous waste and developing environmental awareness. Mainly awareness കൊടുക്കുക, അതുപോലെ ഇൻഡസ്ട്രീസിലൊക്കെ പെർമിഷൻ കൊടുക്കുക, അതായത് പ്രോപ്പർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് പെർമിഷൻ കൊടുക്കുക. എന്തെങ്കിലും എറേഴ്സ് അവരുടെ പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പെനാൽറ്റീസ് കൊടുക്കുക. അതുപോലെ എന്താ പവേഴ്സ് കൊടുക്കുക, അതായത് എന്തെങ്കിലും എഫ്ലുവൻസോ കാര്യങ്ങളോ പ്ലാന്റിൽ നിന്നും റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക. അതുപോലെ ഹസാർഡ്സ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ, പോയിസണസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഡിസ്പോസലിന് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് TNPCBയുടെ ഫങ്ഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റർനാഷണൽ NGOs ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. ഇന്റർനാഷണൽ NGO അല്ലെ, NGO എന്ന് പറഞ്ഞാൽ എന്താ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അതായത് ഗവൺമെന്റിന്റെ അണ്ടറിൽ അല്ലാണ്ട് വരുന്ന ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻ ആണ് അല്ലെ, അതായത് ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാനും അതുപോലെ അതിലുള്ള പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ, അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആക്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ NGOസിനെ കുറിച്ചിട്ടാണ്, അതായത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ഓക്കെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, ഒരു സർവീസ് ആയിട്ട് നടത്തുന്ന രീതിക്കുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ NGO എന്ന് പറയാം. അത് ഇൻഡിപെൻഡന്റ് ആണ്, അതായത് ഗവൺമെന്റുമായിട്ട് ടൈപ്പിലൊന്നും അല്ല എന്ത് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റീസ് ആണ്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാന്നുള്ള രീതിക്കല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, കൺസർവേഷൻ, അവയർനെസ് ഒക്കെയാണ് അതിന്റെ മെയിൻ എയിംസ് വരുന്നത്. അതില് മെയിൻലി അതിലുള്ള വർക്കേഴ്സ് ഒക്കെ എന്താണ്, വളണ്ടിയേഴ്സ് ആയിട്ട് വരുന്നവരാണ്. അതായത് അവർക്ക് തന്നെ താല്പര്യം തോന്നിയിട്ട് വരുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ. അങ്ങനെയുള്ള വളണ്ടിയേഴ്സ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർനാഷണൽ NGOs വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് മെയിൻലി ചാരിറ്റി ഓർഗനൈസേഷൻസ്, അഡ്വൈസറി കമ്മിറ്റീസ് ആൻഡ് വേരിയസ് അതർ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഒക്കെ അതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഹോൾ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ്, അതായത് ലോവർ ലെവലിലുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക മുതൽ ഹയർ ലെവലിലുള്ള എന്താ എന്തെങ്കിലും ഒരു പൊല്യൂഷനോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വേണ്ട ആക്ടുകൾ സ്വീകരിക്കാം. ആ ഒരു ലെവലിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹോൾ സ്പെക്ട്രം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ, ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫ്രെയിമിംഗ് എൻവയോൺമെന്റൽ പോളിസീസ്, മൊബിലൈസിംഗ് പബ്ലിക് സപ്പോർട്ട് ഫോർ എൻവയോൺമെന്റൽ കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ടിംഗ് the endangered species of forests and animals, creating awareness about dangers in using drift nets and in the commercial fishing industry. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി ഈ NGOസിന്റെ ഒരു മെയിൻ ഒരു പ്രോപ്പർട്ടിയാണ് എന്താ, അല്ലെങ്കിൽ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സവിശേഷത എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്കൽ പീപ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. മെയിൻലി അതിന്റെ വളണ്ടിയേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുള്ള നോർമൽ കോമൺ ആളുകൾ തന്നെയായിരിക്കും അതിന്റെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നുകൂടെ എന്താണ്, ആ ഒരു ഏരിയയിലുള്ള നോർമൽ ആളുകളുമായിട്ട് ഒന്നുകൂടെ അഫെക്ഷൻസ് ഉള്ള ആളുകളാണ്, ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളുകളാണ്. അപ്പം ഗവൺമെന്റിന് എന്തെങ്കിലും പോളിസീസ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു
നമ്മൾ പറയില്ല നിലക്കാരെന്ന് പറയില്ല, എന്തെങ്കിലും പ്രൊട്ടസ്റ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കോമൺ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഒരു എന്താ പറയാ ഒരു ബ്രിഡ്ജായിട്ട് ഗവൺമെന്റിന്റെയും കോമൺ പീപ്പിൾസിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NGO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി ഇപ്പൊ പ്രാകൃതമായിട്ടുള്ള ഫോറസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ, കുറേ ഉള്ളോട്ടുള്ള സ്പീഷീസ് ഒക്കെ കൺസേർവ് ചെയ്യേണ്ട രീതിക്കുള്ള ഫോറസ്റ്റുകൾ, അപ്പൊ അവിടെയുള്ള സ്പീഷീസിനെയൊക്കെ കൺസേർവ് ചെയ്യുക, അതുപോലെ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എന്താ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള റെമഡീസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്ന മെയിൻ ഫങ്ഷൻസ്. The issues like future environmental protection, sustainable development and zero population growth are some major concern of environmental NGO. സ്റ്റാർട്ടിങ്ങിൽ മെയിൻലി ഒരു ചെറിയൊരു ഓർഗനൈസേഷനായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് NGO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പോൾ അതിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചധികം എന്താണ് ഒരു ഹൈ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ അതിന്റെ മെയിൻ ഫോക്കൽ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ഷൻ ചെയ്യാം, ഫ്യൂച്ചർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മെയിൻ എയിമാണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ട് അവർ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡാണ് സീറോ പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് ഓൾറെഡി നമ്മുടെ ഇതിൽ ആവശ്യത്തിലധികം പോപ്പുലേഷൻ ഉണ്ട്, ഹ്യൂമന്റെ പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇനി സീറോ പോപ്പുലേഷൻ ഗ്രോത്ത്, ഇനി ഒരു ഗ്രോത്ത് ചെയ്യാണ്ടിരിക്കാൻ, അതായത് ഈ ഒരു പെർസെന്റേജിൽ എന്ത് ചെയ്യാം ഹ്യൂമൻ പോപ്പുലേഷന് കൊണ്ടുപോകാന്നുള്ളതൊക്കെ എന്താണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ. അതായത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓവറായിട്ട് യൂസേജ് ഇല്ലാതെ നമ്മുടെ എൻവയോൺമെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളതൊക്കെയാണ്, ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെയാണ് ഇപ്പോൾ NGOന്റെ മേജർ ഫംഗ്ഷൻ ഏരിയാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, supplying input to government about the needs and mindset of local people due to their close contact with the community, which help to achieve positive results and execution of environmental policies. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ലോക്കൽസിന്റെ ഭാഗത്തിൽ നിന്ന് സപ്പോർട്ട് വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ സപ്പോർട്ടുകളൊക്കെ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ ലോക്കൽസിന്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെ അറിയിക്കുക, അങ്ങനെയല്ല. അതായത് ഒരു ബ്രിഡ്ജായിട്ട് ഗവൺമെന്റിന്റെയും അതുപോലെ ലോക്കൽസിന്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, NGO വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ NGOന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നോട്ടബിൾ NGOs in India working environmental conservation നോക്കാം. അതായത് ഇന്ത്യയിലുള്ള നോർമൽ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പ്രോപ്പർ ആയിട്ട് വരുന്ന നോട്ടബിൾ ആയിട്ട് വരുന്ന NGOs ഏതൊക്കെയാണെന്ന് നോക്കാം. ആസാം സയൻസ് സൊസൈറ്റി, ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, സെന്റർ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ, CPR എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സെന്റർ, കേരള സിസ്റ്റർ സാഹിത്യ പരിഷത്ത്, കൽപവൃക്ഷിത്, അതുപോലെ നമാദ ബാച്ചോ ആന്തോളൻ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, ഫൗണ്ടേഷൻ ഫോർ റീവൈറ്റലൈസേഷൻ ഓഫ് ലോക്കൽ ഹെൽത്ത് ട്രഡീഷൻ. ഇതൊക്കെയാണ് NGOന്റെ അണ്ടറിൽ വരുന്ന നോട്ടബിൾ ആയിട്ടുള്ള വർക്കിംഗ് നടത്തുന്ന, അതായത് നോട്ടബിൾ ആയിട്ടുള്ള NGOs ഇന്ത്യയിലുള്ള. ഇനി റോൾസ് ആണ്, NGOന്റെ റോൾസ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവയർനെസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എന്താ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിലൊക്കെ ഡിഫറെന്റ് ഫീൽഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ എന്താ റൂറൽ ഏരിയാസിലൊക്കെ ഇങ്ങനെയുള്ള അവയർനെസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ എന്താ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഹ്യൂമൻ റൈറ്റ്സിന്റെ അതായത് ക്ലീൻ എൻവയോൺമെന്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊരു ഹ്യൂമൻ റൈറ്റ് ആണല്ലേ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നാച്ചുറൽ റിസോഴ്സിനെയൊക്കെ പ്രിസർവ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഇക്വിറ്റബിൾ യൂസ് ആണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് ഉറപ്പുവരുത്താം. അതുപോലെ ഡാറ്റ ജനറേഷൻ ഓൺ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ടൈം ലൈൻ ഹിസ്റ്ററി ഓഫ് വില്ലേജസ്, അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിന്റെ ഡാറ്റ ജനറേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ അനലൈസ് ചെയ്യാം, എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാം, മോണിറ്റർ ചെയ്യുക, അങ്ങനെയുള്ള റോൾസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇനി മോസ്റ്റ് വൈഡ്ലി അറിയപ്പെടുന്ന ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ്
ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട് കേട്ടോ. എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഓഫ് ആഫ്രിക്ക, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, കൺസർവേഷൻ ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ഫ്രണ്ട്സ് ഓഫ് എർത്ത് ഫസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് വൈഡ്ലി അറിയപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള NGOs. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. ഇതില് IUCN വരുന്നുണ്ട്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, അതുപോലെ ഗ്രീൻ പീസ്. ഇത് രണ്ടും അത്യാവശ്യം ഒരു വൈഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് രണ്ടും എക്സേക്ക് വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ വേൾഡ് വൈഡ് ഫണ്ട് ഒക്കെ ബാക്കിയുള്ളതൊക്കെ ഒരു ചെറിയൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെയാണ് ചാൻസ് ഉള്ളതെങ്കിൽ കൂടെ ഞാൻ പഠിച്ച സമയത്ത് വേൾഡ് വൈഡ് ഫണ്ട് എക്സേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ചൊരു വാസ്റ്റ് ടോപ്പിക് വരുന്നത് ഗ്രീൻ പീസും അതുപോലെ ഇന്റർനാഷണൽ ഗ്രീൻ പീസ് ആൻഡ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്, അതായത് IUCN. അപ്പൊ അത് രണ്ടും മസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം അല്ലെ. എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഓഫ് ആഫ്രിക്ക. ഓക്കെ, ഇത് മെയിൻലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1992 അത് മെയിൻലി സസ്റ്റൈനബിൾ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ള ഒരു മിഷൻ ആയിട്ടാണ് അത് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് മെയിൻലി ഫോക്കസ് ചെയ്തത് സൈറ ലിയോൺ അതുപോലെ ലൈബീരിയ പോലെയുള്ള സൗത്ത് ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള പ്രോവർട്ടി കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ ഗവൺമെന്റിന് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ റീഹാബിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, എയിം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Protecting the environment of West African regions and restoring degraded land and powers by making them greener, providing environmental education and raising awareness on environmental issues in all sectors of the population, providing technical assistance and advising environmental issues, working with other partners, preventing the degradation of environment and undertaking projects to conserve pristine forests and various species of fauna, promoting sustainable livelihoods of environmental protection and conservation through community-based initiatives such as ecotourism, social forestry, organic farming, and controlled grazing. Consolidating its operation in Gambia, Libya, and Sierra Leone, while advocating region-specific approach in addressing environmental problems in West Africa. Mainly West African region, അതായത് അവിടെയാണ് അധികമായിട്ടും ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിൽ ലാൻഡും കാര്യങ്ങളൊക്കെ കാണുന്നത്. അവിടെയാണ് മെയിൻലി പോവർട്ടി കാര്യങ്ങളൊക്കെ അധികമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിന് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഫെർട്ടിലൈസ്ഡ് ലാൻഡ് ആക്കുക, അവരുടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അവിടെയുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, EFAന്റെ മെയിൻ വർക്ക് ഏരിയാസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് എക്കോ ടൂറിസം, സോഷ്യൽ ഫോറസ്ട്രി, ഓർഗാനിക് ഫാമിംഗ്, കൺട്രോൾഡ് ഗ്രേസിംഗ് അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ എന്താ ലോക്കൽ ഏരിയാസിലെ ലോക്കൽ പീപ്പിൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക, ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ സ്പീഷീസ്, ഡിഫറെന്റ് സ്പീഷീസിന് അനിമൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാന്റ് സ്പീഷീസിനെയൊക്കെ പ്രിസർവ് ചെയ്യുക, കൺസേർവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കേസിൽ ഞാൻ പറഞ്ഞു വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന് SAക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്കൊരു SAക്ക് എഴുതാൻ മാത്രം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ ചെയ്തിരുന്നത് NGO എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, NGOയുടെ അതായത് ഇന്റർനാഷണൽ, ആദ്യം NGO എന്താണെന്ന് പറഞ്ഞു, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഇന്റർനാഷണൽ NGOs ഏതൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. എന്നിട്ട് അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നോർമലി വേൾഡ് വൈഡ് ഫണ്ടൊക്കെ അധികം വരാറുള്ളത് 5 മാർക്സ് ക്വസ്റ്റ്യനിലാണ് കേട്ടോ. The World Wide Fund for Nature is an international non-governmental organization founded on 29th April 1961. ഓക്കെ, ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, അതായത് NGOന്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷൻ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1961. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് നെയിം വേൾഡ് വൈഡ് ഫണ്ട്
അത് ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് നെയിം വരുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നായിരുന്നു. ഇപ്പോഴും അത് കാനഡ അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഇപ്പോഴും എന്താണ് അത് തന്നെയാണ് ഒഫീഷ്യൽ നെയിം. ചേഞ്ച് ചെയ്തിട്ടില്ല, വേൾഡ് വൈഡ് ഫണ്ട് എന്നുള്ളത് ആക്കിയിട്ടില്ല. ഓക്കെ, ഇനി അത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969 ഇന്ത്യയിലെ മെയിൻലി കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് എക്കോസിസ്റ്റം എന്നുള്ള ഒരു എയിമിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ വരുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റും അതുപോലെ കൺസർവേഷനും ലാർജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു NGO, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ലാർജസ്റ്റ് ആണ് WWF. ഓക്കെ, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ, ഇന്ത്യയിൽ മെയിൻ ഫംഗ്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ ഹെഡ് എന്നൊക്കെ പറയുന്നത് ന്യൂഡൽഹിയിലാണ് അതിന്റെ വർക്കിംഗ് സ്റ്റേഷൻ വരുന്നത്. അതിൽ മെയിൻലി 27 ഇൻഡിപെൻഡന്റ് നാഷണൽ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇത് വരുന്നത് WWF കുറിച്ച് വരുന്നത്. മെയിൻലി ഇതൊരു NGO ആണ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് NGO ആണ്. ഓക്കെ, ഈ WWF-ന്റെ അണ്ടറിൽ വരുന്ന 5 ബ്രോഡ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ. Promoting India's ecological security, conserving biological diversity, ensuring sustainable use of natural resources base, minimizing pollution and wasteful consumption, and promoting sustainable lifestyle. ഇതൊക്കെയാണ് 5 ബ്രോഡ് പ്രോഗ്രാംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ key environmental programs undertaken by WWF India: the Tiger Conservation Program, Freshwater and Wetland Program, River Dolphin Conservation Program, Wildlife Trade Monitoring, Managing and Monitoring Forest, Environmental Law, Information Management and Environmental Education. ഇത്രയും കാര്യങ്ങളാണ് WWF ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൺസർവേഷൻ ഇന്റർനാഷണൽ ആണ്, NGO തന്നെയാണ് അല്ലെ. കൺസർവേഷൻ ഇന്റർനാഷണൽ എന്താണെന്നുള്ളതാണ് നോക്കാനുള്ളത്. അത് ഒരു അമേരിക്കൻ ബേസ്ഡ് നോൺ പ്രോഫിറ്റ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് സ്പെൻസർ ബേബി ആൻഡ് പീറ്റർ സെലിംഗ്മാൻ ആണ്. 1987 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അർലിംഗ്ടൺ ആണ്, വെർജീനിയയിലുള്ള US വെർജീനിയയിലെ അർലിംഗ്ടണിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതിന്റെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി നേച്ചറിനെ ഒരു സോഴ്സ് ഓഫ് ഫുഡ്, ഫ്രഷ് വാട്ടർ, ലൈവ്ഹുഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അതായത് നമുക്കറിയാലേ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു സോഴ്സ് ഓഫ് ഫുഡ് ആണല്ലേ. നമ്മുടെ മെയിൻ ഫുഡിന്റെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നേച്ചറാണ്. അതുപോലെ നമ്മുടെ ഫ്രഷ് വാട്ടറിന്റെ സോഴ്സും എന്ത് തന്നെയാണ്, നേച്ചറാണ്. അതുപോലെ നമ്മുടെ ലൈവ്ഹുഡ്സ്, അതായത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, നേച്ചറാണ്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ നേച്ചറിനെ കണ്ടുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് കൺസർവേഷൻ ഇന്റർനാഷണലിന്റെ മെയിൻ ഗോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഈ ഒരു ലെവലിൽ തന്നെ എഴുതണം കേട്ടോ. ഗോൾ ഈസ് ടു പ്രൊട്ടക്ട് നേച്ചർ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്, ഫ്രഷ് വാട്ടർ ആൻഡ് ലിവ്ലിഹുഡ്സ് അണ്ടർ സ്റ്റേബിൾ ക്ലൈമറ്റ്. അപ്പൊ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് CI എന്തൊക്കെയാണെന്ന് നോക്കാം. ദ എയിം ഓഫ് CI ഈസ് ടു അനലൈസ് പ്രോബ്ലംസ് മോസ്റ്റ് ഡേഞ്ചറസ് ഓർ ഹാർംഫുൾ ടു നേച്ചർ ആൻഡ് ബിൽഡ് എ ഫൗണ്ടേഷൻ ഡെഡിക്കേറ്റഡ് ടു സോൾവ് ദീസ് ഇഷ്യൂസ് ഓൺ ഗ്ലോബൽ സ്കെയിൽ. അതായത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്, പൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഡേഞ്ചറസ് ആയിട്ട് ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ഉള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഗ്ലോബൽ സ്കെയിലിൽ ആ ഒരു ഇഷ്യൂ സബ്മിറ്റ് ചെയ്തിട്ട് ഗ്ലോബൽ ലെവലിൽ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് CIന്റെ ഫംഗ്ഷൻ വരുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മുടെ ഒരു നേച്ചറിന് ത്രെട്ടണിങ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ ഇൻഡസ്ട്രി സൈറ്റ്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള വരുന്നത് എന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സ് അവർ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ എൻഷുർ ദ നോളജ് ഓഫ് the institution has secured over its first 25 years is shared with the governments. Okay, അവര് ഇങ്ങനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോപ്പർ ആയിട്ട് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ അക്വയർ ചെയ്തിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ ഗവൺമെന്റുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ ഒരു ഐഡിയ കിട്ടൂല പ്രോപ്പർ ആയിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത്, നമ്മൾ പെട്ടെന്ന് തീർപ്പിലാക്കേണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്. അപ്പൊ അതൊക്കെ അവർക്ക് ഗവൺമെന്റിന്റെ പ്രോപ്പർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവര് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക.
എന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്നത്. 2008 ഈ ഓർഗനൈസേഷൻ അതിന്റെ പ്രോസസ്സും അതുപോലെ അതിന്റെ ഫങ്ഷൻസും ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇൻഎഡിക്വേറ്റ് ആണെന്ന്, അത്രമാത്രം പോരാ നമ്മുടെ ഈ ഒരു ഇതിനെ കൺസേർവ് ചെയ്യാൻ എന്നുള്ളത് മനസ്സിലായപ്പോൾ അവരവരുടെ വർക്കിംഗ് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഇലാബറേറ്റ് ചെയ്തു. അതിന്റെ അണ്ടറിൽ വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്തു, അവർ ഇൻക്ലൂഡ് ചെയ്തു. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, ഫ്രഷ് വാട്ടർ സെക്യൂരിറ്റി, ഹെൽത്ത്, ഫുഡ് സെക്യൂരിറ്റി, ബയോഡൈവേഴ്സിറ്റി, കൾച്ചറൽ സർവീസ്, ഇത്രയും കാര്യങ്ങളും കൂടെ അവരെന്ത് ചെയ്തു, അവരുടെ വർക്ക് ഫോക്കസ് ഏരിയാസ് കുറച്ചുകൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രോപ്പറായിട്ട് എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരുടെ വർക്കിന്റെ ഫോക്കൽ ഏരിയാസ് ഒന്നുകൂടെ എന്ത് ചെയ്തു, ഇലാബറേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളും കൂടെ അതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീൻ പീസ് ആണ്. കുറച്ചൊരു വാസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇത് പറയുന്നുണ്ട്. ഗ്രീൻ പീസ് ഈസ് an environmental friendly international non-profit organization founded in America in 1971. At present, its function with Amsterdam of Netherlands as headquarters. It aimed at promoting environmental awareness. NGOs ഒക്കെ എന്താണ് മെയിൻലി പ്രൊമോട്ട് ചെയ്യുന്നത്, എൻവയോൺമെന്റൽ അവയർനെസ് ആണ്. അപ്പൊ എല്ലാ NGOസിന്റെ അണ്ടറിലും നിങ്ങൾക്ക് ചെയ്താൽ പറ്റുന്നതാണ് അല്ലെ. അതിന്റെ മെയിൻ എയിംസ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ പ്രിവെന്റ് ചെയ്യുക, പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസർവേഷൻ ഇന്റർനാഷണൽ ഒക്കെ പറയുമ്പോൾ നേച്ചറിന്റെ സോഴ്സ് ഓഫ് ഫുഡ്, ഫ്രഷ് വാട്ടർ, ലിവിങ് ഫുഡ്, ആ ഒരു രീതിക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഇതൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിന്റെയും അണ്ടറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ എന്താണ് ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്നുള്ളതും എഴുതാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് എഴുതാം. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലോക്കൽ പീപ്പിൾസിന്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ട് എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാണെന്നുള്ളത് ഒക്കെ എഴുതാൻ പറ്റും കേട്ടോ. എല്ലാത്തിലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ് അതൊക്കെ. ഓക്കെ, it is an independent campaign organization addressing the environmental abuse through direct non-violent confrontation with the government and business companies. ഇതിന്റെ മെയിൻ ഒരു ഫീച്ചറാണ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റായിട്ടും അതുപോലെ ബിസിനസ് കമ്പനീസ് ഒക്കെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട്, അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനി എന്തെങ്കിലും ഒരു പൊല്യൂഷനോ കാര്യങ്ങളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്റർമീഡിയറ്റ് ആയിട്ടൊന്നല്ല, ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്യും. ബട്ട് അതൊരിക്കലും ഒരു വയലന്റ് രീതിയിലല്ല, നോൺ വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, എന്നാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും വേണം. ഇന്ന പൊല്യൂഷൻസ് ഒക്കെ ഈ ഒരു കമ്പനി ത്രൂ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും വേണം. അപ്പൊ ആ ഒരു ലെവലില് അങ്ങനെയുള്ള ക്യാമ്പയിനുകളൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, മെയിൻലി അവർ ഫോക്കസ് ചെയ്യാറുള്ളത്. It exposes the global environmental problem and then provides solution for healthy environment. It does not accept fund from government or from commercial firms. It depends mainly on the voluntary contribution of individuals and grant from charitable foundation. ഇത് എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫോംസിൽ നിന്നൊന്നും ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാതെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻവോൾവ്മെന്റ് ഇതിന്റെ വർക്കിങ്ങിൽ വരുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയണ്ട. കാരണം അവരിൽ നിന്നൊന്നും ഒന്നും അവർ വാങ്ങിക്കുന്നില്ല. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെയുള്ള അങ്ങനെ താല്പര്യമുള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടുകൾ, അതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ, ഗ്രാൻഡുകളൊക്കെയാണ്. അങ്ങനെയുള്ള ചാരിറ്റബിൾ ഫൗണ്ടേഷൻസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡുകളൊക്കെയാണ് അതിന്റെ വർക്കിന് വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പറയാം അല്ലെ, എന്താ ഒരു അഴിമതി ഇല്ലാത്ത സംഭവമാണെന്ന് പറയാം. മെയിൻലി അവരുടെ ഫോക്കസ് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഹെൽത്തി ഹാബിറ്റാറ്റ് നമുക്ക് എല്ലാവർക്കും, അതായത് നമ്മുടെ റൈറ്റ് ആണല്ലേ, നമുക്ക് ജീവിക്കാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഹെൽത്തി എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മുടെ ഒരു റൈറ്റ്സ് ആണ്. ആ റൈറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാന്നുള്ള രീതിക്കൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് മെയിൻലി വരുന്നത്. മിഷൻ ഓഫ് ഗ്രീൻ പീസിൽ വരുന്നതാണ് സ്റ്റോപ്പ് ക്ലൈമറ്റ് ചേഞ്ച്, സേവ് ദ ഓഷൻ, സേ നോ ടു ജെനറ്റിക് എഞ്ചിനീയറിംഗ്, എലിമിനേറ്റ് ടോക്സിക് കെമിക്കൽസ്, പ്രൊട്ടക്ട് ആൻഷ്യന്റ് ഫോറസ്റ്റ്, സ്റ്റോപ്പ് വെയിലിംഗ്, സ്റ്റോപ്പ് ദ ന്യൂക്ലിയർ ത്രെറ്റ്, എൻകറേജ് സസ്റ്റൈനബിൾ ട്രേഡ്. ഓരോന്നിന്റെയും അണ്ടറിൽ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. PPT ഒരുപാട് ലെങ്ത് ആവും വിചാരിച്ചിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. എന്തൊക്കെയാ മിഷന്
ക്ലൈമറ്റ് ചേഞ്ചിനെ സ്റ്റോപ്പ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസിനെയും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അഫോറസ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് റിഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? ക്ലൈമറ്റ് ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ സേവ് ദ ഓഷ്യൻസ് ആൻഡ് സേ നോ ടു ജെനറ്റിക് എഞ്ചിനീയറിംഗ്, അതായത് ഡിഫറെന്റ് വെറൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പീഷീസിന്റെ എന്താ ഒരു സ്പീഷീസ്, ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് എത്തുന്നുണ്ടല്ല. അപ്പൊ അങ്ങനെ ഓവർ ആയിട്ടുള്ള ജെനറ്റിക് എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. എലിമിനേറ്റ് ടോക്സിക് കെമിക്കൽസ്, പ്രൊട്ടക്ട് ആൻഷ്യന്റ് ഫോറസ്റ്റ്, സ്റ്റോപ്പ് വെയിലിംഗ്, സ്റ്റോപ്പ് ന്യൂക്ലിയർ ത്രെഡ്, എൻകറേജ് സസ്റ്റൈനബിൾ ട്രേഡ്, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവരിക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രേഡിനെ എൻകറേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിഷൻ ഗ്രീൻ പീസിന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. ഇനി ഗ്രീൻ പീസിന്റെ മേജർ അച്ചീവ്മെന്റ്സിൽ വരുന്നതാണ് ബാൻ ഓൺ ടോക്സിക് വേസ്റ്റ് എക്സ്പോർട്ട് ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, moratorium on commercial whaling, a United Nations conservation providing for better management of world fisheries, a Southern Oceans whale sanctuary, a 50-year moratorium on mineral exploitation in Antarctica. അങ്ങനെ കുറച്ചധികം അച്ചീവ്മെന്റ്സുകൾ ഗ്രീൻ പീസിന് എന്തെടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. എന്താ ഗ്രീൻ പീസ് അതുപോലെ IUCN-ഉം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് കേട്ടോ. അതായത് ഈ പോളിസീസിന്റെ ഒക്കെ പാർട്ടിൽ നിന്ന് IUCN അല്ലെങ്കിൽ ഗ്രീൻ പീസ് അല്ലെങ്കിൽ WWF ഉണ്ടായിരിക്കും. ഈ ഒരു ഏരിയ NGOസിന്റെ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു പാറ്റേണിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ ഒരു ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ വരുന്നല്ല കേട്ടോ, ചാൻസസ് കൂടുതലാണ് അങ്ങനെ വരാൻ. അപ്പൊ IUCN ഒക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, IUCN was established in France in October 1948 and its headquarters at present is located in Gland, Switzerland. IUCN എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1948-ലാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഇറ്റ് വാസ് പ്രീവിയസ്ലി കോൾഡ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആൻഡ് വേൾഡ് കൺസർവേഷൻ യൂണിയൻ. അങ്ങനെ ഒരുപാട് നെയിമുകൾ ചെയ്തിട്ടുണ്ട്. IUCN അറിയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫുൾ ലീഗൽ ആയിട്ടുള്ള ഒരു നെയിം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ള ആ ഒരു നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ള ആ ഒരു നെയിം ഫുൾ ലീഗൽ നെയിമാണ്. ഫുൾ ആയിട്ടുള്ള ഒരു നെയിം ഇപ്പോൾ ലീഗലി വെക്കുന്ന നെയിം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് ഷോർട്ടായിട്ട് നമ്മൾ IUCN എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്? ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് നേച്ചർ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡാറ്റ ഗാദറിംഗ്, അനാലിസിസ് ആൻഡ് റിസർച്ച് ആൻഡ് ഫീൽഡ് പ്രൊജക്ട് അഡ്വക്കസി ആൻഡ് ലോബിയിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇതിന്റെ എയിമിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് നേച്ചറിനെ കൺസർവ് ചെയ്യാനും അതിന്റെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഈക്വൽ ആയിട്ട് ടെക്നോളജിക്കലി അല്ലാണ്ട് ഈക്വൽ ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിക്ക് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെയിൻ എയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നേച്ചർ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് IUCN അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ചാല്, unlike other NGOs, IUCN does not itself aim to mobilize the public in support of nature conservation. It tries to influence the actions of government, business, and other stakeholders by providing information and advice on through lobbying and partnership. ബാക്കിയുള്ള NGOs ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, ലോക്കൽ ഗവൺമെന്റ് ലോക്കൽ പീപ്പിൾസിനെ അല്ലെങ്കിൽ എന്താ പബ്ലിക്കിനെയാണ് അവര് അധികമായിട്ട് എന്ത് ചെയ്യുന്നത്, അവരുടെ വർക്കിംഗ് രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ മെയിൻലി പബ്ലിക്കിന്റെ പാർട്ടിലാണ് നിൽക്കുന്നത് അല്ലെ, പബ്ലിക്കിന്റെ പാർട്ടിൽ നിന്നിട്ട് ഒരു ബ്രിഡ്ജ് പോലെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഗവൺമെന്റുമായിട്ട് ഒരു ബ്രിഡ്ജ് ഫോർമാറ്റിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. പക്ഷെ IUCN മെയിൻലി എയിം ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ വർക്കിംഗ് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റുമായിട്ടാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യുക,
എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുക, എങ്ങനെയാണ് അതിന് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് IUCN വരുന്നത്. ബാക്കിയുള്ള NGOs ഒക്കെ എന്താ മെയിൻലി പ്രോപ്പറായിട്ട് മെയിൻലി പബ്ലിക്കുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആക്ഷൻ ഏരിയ ഓഫ് ആക്ഷൻ വരുന്നത്. The organization is best known to wider public for compiling and publishing the IUCN Red List of Threatened Species, which assess the conservation status of species worldwide. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ കറന്റ് സ്റ്റാറ്റസ്, ഏതൊക്കെയാണ് വംശനാശം സംഭവിക്കാൻ പോകുന്നത്, ഏതൊക്കെയാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് മെയിൻലി IUCN നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ഒരു ത്രെട്ടൻഡ് സ്പീഷീസിന്റെ ലീഡ് ചെയ്തിട്ടുള്ള റെഡ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിന് 1400 ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. സോറി, അത്രയും ഓർഗനൈസേഷനിൽ എന്താണ് IUCN മെമ്പറാണ്. ഓക്കെ, and some 60,000 scientists and experts participate in the work of IUCN commissions on voluntary basis. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചധികം ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് NGOസിനെ കുറിച്ചിട്ടാണ് അല്ലെ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ CPCB ആൻഡ് NGP പോലെയുള്ള ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. പ്രോപ്പറായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റേഴ്സും വൈഡർ കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മുടെ PPT ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വലിയ എന്താണ് PPT ആണ്. പക്ഷെ അത് നമുക്ക് 1 or 2 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണുള്ളത്. പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 times എങ്കിലും റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമുകൾ പഠിക്കാനല്ല, റിവൈസ് ചെയ്യണം. ഓക്കെ, പഠിച്ചിട്ട് 2 ടൈമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമുകളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്താൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും പ്രോപ്പറായി കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.